എന്തുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ടു ബി മേയർ, അടുത്ത വർഷം 1-ാം തീയതി സ്വീകരണം ചെയ്യാൻ പോകുന്ന ഒരു മേയർ ഇത്രയും വലിയൊരു ഹെഡ്ലൈനായി മാറുന്നത് എന്നുള്ളതാണ് സൊഹ്റാൻ മംദാനിയുടെ രാഷ്ട്രീയ പ്രസക്തി. അത് നേരത്തെ നൗഫൽ പറഞ്ഞത് അദ്ദേഹം സൗത്ത് ഏഷ്യനാണ്, ഇന്ത്യനാണ്, മുസ്ലിമാണ്, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതൊന്നും അദ്ദേഹം മറച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ വളരെ അഭിമാനത്തോടു കൂടി തുറന്നു പറഞ്ഞുകൊണ്ട് അതായിക്കൊണ്ട് തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി ആ നിലക്ക് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ നേരിടുന്നത്. അത് ന്യൂയോർക്ക് എന്ന് പറയുമ്പം ഗ്ലോബൽ ക്യാപിറ്റലിസത്തിൻ്റെ, അമേരിക്കയുടെ തലസ്ഥാനം വാഷിങ്ടണാണെന്നത് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ സിസ്റ്റം ഉണ്ടല്ലോ, ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻറ്റ് മോഡൽ, അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ലോകഘടനയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് സയനിസ്റ്റുകൾ. അവരുടെയും ടെല്ലവീവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതർ അധിവസിക്കുന്ന നഗരമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു ആശയമാണ് ഇസ്ലാമോഫോബിയ. നമുക്ക് ഇസ്ലാമോഫോബിയ വ്യാപകമാകുന്നത് അത് വലിയൊരു രാഷ്ട്രീയ പദ്ധതിയായി മാറുന്ന എപ്പോഴാണ് 9/11 ശേഷമാണ്. 9/11 സംഭവിക്കുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അപ്പോൾ അങ്ങനൊരു നഗരത്തിൽ, മുതലാളിത്ത വികസന മാതൃകയുടെ മെക്കയായിട്ടുള്ളൊരു നഗരത്തിൽ, സയണിസത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടുള്ളൊരു നഗരത്തിൽ, ഇസ്ലാമോഫോബിയയുടെ അതിൻ്റെ എപ്പി സെൻ്ററായിട്ടുള്ളൊരു നഗരത്തിൽ ഇതിനെതിരെല്ലാം പരസ്യമായ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഉയർന്നു വരികയാണ്. അയാൾ എന്താണ് സംസാരിക്കുന്നത്? അവിടുത്തെ വികസന മാതൃകകൾക്കെതിരെയാണ് സംസാരിക്കുക. പബ്ലിക് ഗ്രോസറിയെക്കുറിച്ച്, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ച്, ഈ ലേബർ വേജിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാൾ. മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയ ഭയങ്കര പാഷനറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു പള്ളിക്ക് മുമ്പിൽ, പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം പള്ളിയിൽ പോകുന്ന ആൾ, നേരത്തെ തന്നെ പള്ളിയിൽ പോകുന്ന ആളാണ്. ഈ ഇലക്ഷൻ ക്യാമ്പയിൻ അത് ഒരു ഇവൻ്റായിട്ട് തന്നെ അദ്ദേഹം മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 17 അദ്ദേഹം ഇദ്ദേഹത്തെ ഇമാം സിറാജ് വഹാജിനെ പോയി കാണുന്നത്. അവിടുത്തെ വളരെ അമേരിക്കയിൽ തന്നെ അറിയപ്പെട്ടുള്ളൊരു മുസ്ലിം നേതാവാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇമാം സിറാജ് വഹാജിനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ പറയുന്ന ഇസ്ലാമോഫോബിക് സ്ലർ ഏറ്റവും വ്യാപകമാകുന്നത്. കാരണം ഒന്നാമത് സിറാജ് വഹാജ് ഔട്ട്സ്പോക്കൺ ആണ്, വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. ഇവരുടെ ഇസ്രായേൽ പോളിസി എതിർക്കുന്ന ഒരാളാണ്. ബ്ലാക്ക് ആണ്, വളരെ സ്വാധീനമുള്ള ഒരു ഇമാമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കാണുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നിസ്കാരത്തിൽ പങ്കാളിയാകുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അത് വലിയ തോതിൽ ഇതായി. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം എന്താണ്? അത് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയ എന്നൊരു പ്രശ്നമുണ്ട്, എൻ്റെ ആൻറ്റി അത് അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ ആൻറ്റി ഹിജാബ് ഇട്ടിട്ട് ഇവിടുത്തെ മെട്രോയിലൂടെ സഞ്ചരിക്കാൻ അവർ ഭയന്നൊരു കാലം ഉണ്ടായിരുന്നു, ആ കാലം ഇനി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ, അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഏത് അമേരിക്കയിൽ, ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയിൽ, ന്യൂയോർക്കിൽ ഈ ലുനാറ്റിക് കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സിറ്റിക്ക് ഫണ്ട് കൊടുക്കില്ല, ഡീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നാട്ടിൽ, ഇസ്ലാമോഫോബിക് പ്രചാരണത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടുള്ള ഒരു നാട്ടിൽ, അവിടെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് നോക്കൂ, ഞാനതിൻ്റെ ഒന്നും ആളല്ലേ എന്ന് പറയുകയല്ല. അതാണ് നമ്മൾ കാണുന്നത്. ഒരു ഫാസിസ്റ്റ് കാലത്ത് റെസിസ്റ്റൻസ് പൊളിറ്റിക്സ്, പ്രതിരോധ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സൊഹ്റാൻ മംദാനി. ഒരു മുസ്ലിം പ്രശ്നം വരുമ്പോൾ അപ്പുറത്തെ കവലയിൽ ഒരു മുസ്ലിം പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ കവലയിൽ നിന്ന് വണ്ടി തിരിച്ചു പോകുന്ന മതേതര രാഷ്ട്രീയക്കാർ, റിയൽ രാഷ്ട്രീയക്കാർ സൊഹ്റാൻ മംദാനിയിൽ നിന്ന് പഠിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടാൻ പോകുന്നത്, അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അതിന് നേർക്കുനേരെ അഭിസംബോധന ചെയ്യാതെ ഞഞ്ഞാമിഞ്ഞ കളി കളിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അതുമില്ല ഇതുമില്ല എന്നൊരവസ്ഥയാണ്. സൊഹ്റാൻ മംദാനി എന്താണ് ചെയ്യുന്നത്? ആ നഗരത്തിലെ ചെറുപ്പക്കാരോട് സംസാരിക്കുകയാണ്, തൊഴിലാളികളോട് സംസാരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്താണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം? എങ്ങനെയാണ് നമുക്കൊരു വേറൊരു ജീവിതം, ഇതിനേക്കാൾ ഒരു ബെറ്റർ ലൈഫ്, ഒരു ബെറ്റർ ന്യൂയോർക്ക് എങ്ങനെയാണ് സാധ്യമാവുക എന്നതിനെക്കുറിച്ച് തികഞ്ഞ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചാരണ മെറ്റീരിയലുകൾ, സാമഗ്രികൾ, പ്രചാരണ രീതിയൊക്കെ ശ്രദ്ധിക്കണം. അത് വളരെ സയൻറ്റിഫിക്കാണ്. ഈവൻ അതിൽ പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകൾ, കളർ പാറ്റേൺ, ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് സൊഹ്റാൻ മംദാനി അതിൽ ഫോണ്ടേജ്
ഓരോ ഫ്ലെയറിന് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടുകൾ എങ്ങനെയാണ്, കളർ പാറ്റേൺ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, വീഡിയോസ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രൊപ്പഗൻഡ സയൻസ് വെച്ചുകൊണ്ടുള്ള ഈ കൾച്ചറൽ സ്റ്റഡീസ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുകയില്ല, അല്ലെങ്കിൽ മാപ്പ് സാക്ഷിയാവുകയല്ല. ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അയ്യോ ഞാൻ അങ്ങനത്തെ ഒരു മുസ്ലിമൊന്നും അല്ലേ എന്ന് പറയാമായിരുന്നു. എൻ്റെ അമ്മ ഹിന്ദുവാണ്, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അങ്ങനെയല്ല, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ്, ഹലാൽ ചിക്കൻ വിത്ത് ഫ്യൂ റൈസ് ഓവർ ഇറ്റ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം മറുപടി അറിയാം. അദ്ദേഹത്തിന് ചിക്കൻ വിത്ത് റൈസ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഹലാൽ ചിക്കൻ വിത്ത് ഫ്യൂ റൈസ് ഓവർ ഇറ്റ് എന്ന് ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറോട് മറുപടി പറയണമെങ്കിൽ അതൊരു ചങ്കൂറ്റാണ്. ഈ ന്യൂയോർക്കിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഹലാൽ ഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്, പുതിയൊരു വാക്ക് അദ്ദേഹം കോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഹലാൽ ഫുഡിന് വിൽക്കുന്ന ഏരിയകളിലുള്ള എന്തൊക്കെ ടാക്സ് കൂടിയതുകൊണ്ട് അവിടെ ഈ ഫുഡിന് വില കൂടുന്നു എന്ന് പറയുന്നൊരു പ്രശ്നം. ഹലാൽ ഫ്ലേഷൻ, ഇൻഫ്ലേഷൻ എന്നതുപോലെ ഹലാൽ ഫ്ലേഷൻ എന്നൊരു പുതിയ വാക്ക് ഇങ്ങനെ കോയിൻ ചെയ്യും. അപ്പോൾ ഈ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ഒളിച്ചോടി അയ്യോ ഞാനെന്ന് അതിൻ്റെ ഭാഗമല്ലേ, നമുക്ക് വികസനമാണ് പ്രധാനം, അതാണല്ലോ ഒരു സാധാരണ ഇത്, നമ്മൾ വികസനമാണ് പ്രധാനം, വികസനം വരട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഞഞ്ഞാമിഞ്ഞ രാഷ്ട്രീയമല്ല, നേർക്കുനേർ രാഷ്ട്രീയം സംസാരിക്കുകയായിരുന്നു. നെതന്യാഹുവിനോട് നേർക്കുനേർ സംസാരിക്കും, ട്രംപിനോട് നേർക്കുനേർ. ഇന്നെന്താണ് അദ്ദേഹം ആദ്യത്തെ വാചകം തന്നെ എന്താണ്, ട്രംപ് എന്താണ്, നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, സോ റൈസ് ദ വോള്യം, ഇതൊന്ന് വോള്യം കൂട്ടി കേൾക്കൂ എന്ന് പറയാണ്. അപ്പോൾ അത് രാഷ്ട്രീയമാണ്. അത് ചെറുപ്പക്കാരിലേക്ക് അത് കൺവേ ചെയ്യുവാൻ അയാൾക്ക് സാധിക്കുന്നു. അത് പിടിച്ചെടുക്കാനുള്ള ആൻ്റണി ഈ ചെറുപ്പക്കാർക്കുണ്ട്. അപ്പോൾ രാഷ്ട്രീയം പറയൂ, കൃത്യമായ രാഷ്ട്രീയം പറയൂ, അത് നല്ല നിലയ്ക്ക് ജനങ്ങളുമായിട്ട് കൺവേ ചെയ്യൂ, എങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അത് എത്ര അഡ്വേഴ്സ് സിറ്റുവേഷൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ അമേരിക്കയിൽ, ന്യൂയോർക്കിൽ, ട്രംപ് ഭരിക്കുന്ന നാട്ടിൽ ഡീഫണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രശ്നമാണല്ലോ. ഡീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ നഗരത്തിൽ ഇനി വികസനം നടക്കാൻ പോകുന്നില്ലെന്നാണ്. അപ്പോഴും നേർക്കുനേരെ നിന്ന് സംസാരിച്ച് രാഷ്ട്രീയം പറഞ്ഞൊരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാൾ, അദ്ദേഹത്തെ ആ നഗരം സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന എല്ലാവർക്കും മംദാനിയിൽ പാഠങ്ങളുണ്ട്. ഇത് ന്യൂയോർക്ക് മേയർ ആയതുകൊണ്ട് വലിയ വിപ്ലവമൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതിൻ്റെ അനുരണനം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയിലും മാത്രമല്ല യൂറോപ്പിലും ഇനി വരുന്ന രാഷ്ട്രീയത്തെ വലിയ തോതിൽ സ്വാധീനിക്കും. നേരത്തെ തന്നെ സ്വാധീനിച്ചു തുടങ്ങി. നമ്മൾ കാണേണ്ടതാണ് ഒക്ടോബർ 7 ശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ, യൂറോപ്പിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, കഴിഞ്ഞ വർഷത്തെ UK പാർലമെൻറ്റ് ഇലക്ഷൻ, 2 ആഴ്ച മുമ്പ് നടന്നുള്ള ഐറിഷ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, സ്പെയിനിൽ നടന്നുള്ള ഇലക്ഷൻ, മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻസ്, ഇതിലെല്ലാം വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. എന്തോ ഒരു വലിയ വലതുപക്ഷ ഇത് നടക്കുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമായിരുന്നു. നോക്കൂ, ഒക്ടോബർ 7 ശേഷം അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈ റൈറ്റ് വിങ്ങുകൾ നിരന്തരം പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്സപ്പുകൾ അല്ലെങ്കിൽ അവരുടെ ഇത് മാത്രം കൺസ്യൂം ചെയ്യുന്നവരല്ല മനുഷ്യർ. അവർ എന്താണ് ഇത് അറിയുവാനും ചിന്തിക്കുവാനും ഇതിനൊക്കെ ഡൈസെക്റ്റ് ചെയ്യാനും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള ശേഷിയുള്ളൊരു തലമുറ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരോടാണ് മംദാനി സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അത് യൂറോപ്പിലാകമാനം, അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും വലിയ അനുരണനം സൃഷ്ടിക്കുന്നതിനാണ് കരുതുന്നത്.